ഹലോ, നമസ്കാരം. 2027 ഓൾ ഇന്ത്യ നിശ്ചയിക്ക് ചെയ്ത യാത്ര ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നതിൽ എത്ര രൂപ ബഡ്ജറ്റ് ആവും എന്നാണ്. അപ്പം ഈ വീഡിയോ അതിനെക്കുറിച്ചാണ്. എത്ര രൂപ ബഡ്ജറ്റ് ആവുമെന്ന് ഞാനൊരു ഏകദേശം ഒരു കണക്കിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്ന് കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പം ഏകദേശം ഒരു എത്ര രൂപ വേണം എൻ്റെ കയ്യിൽ ക്യാരി ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫുഡാണ്. അപ്പോൾ ഫുഡ് ഞാനിതിൽ പോകുന്ന വഴി കുറച്ച് കുക്ക് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാത്തിനും ഒരു ലിസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് വേണ്ടത് ഫുഡ്. ഞാൻ ഇടയ്ക്ക് കുക്കും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയും കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് വരുന്നത് ബസ് ഓർ ട്രെയിൻ. ട്രെയിൻ ഞാൻ മാക്സിമം ചൂസ് ചെയ്യാതിരിക്കും. പിന്നെ ബസ് കാണാൻ എല്ലായിടത്തും ചെക്കിങ് അവൈലബിൾ അല്ല. ചിലപ്പോൾ ബസ് എടുക്കേണ്ടി വരും. അപ്പോൾ ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടി ഒരു ഫണ്ട്. പിന്നെ മൊബൈൽ ഇൻ്റർനെറ്റ്. അപ്പം അത് പോകുന്ന വഴിക്ക് എന്തായാലും വേണം, മൊബൈൽ ഇൻ്റർനെറ്റ് വേണം. കാരണം വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് അപ്ഡേഷൻ ഇതെല്ലാം ചെയ്യാനുള്ളതാണ്. പിന്നെ ടോയ്ലറ്ററി ലോണ്ട്രി അങ്ങനെ അതിനൊക്കെ വേണ്ടി ഒരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എമർജൻസി ഫണ്ടായിട്ട് ഞാൻ കുറച്ചൊരു എമൗണ്ട് മാറ്റി വെക്കണം. കാരണം എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടി അതിൽ തുടരുത്, ആ ഒരു എമൗണ്ട് അങ്ങ് മാറ്റി വെച്ചേക്കണം. ഇതിനെല്ലാം കൂടെ എത്ര രൂപ ആകും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ ഞാൻ മാക്സിമം പൈസ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്കിപ്പോൾ ഓൾറെഡി എനിക്ക് കുറച്ച് സാധനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ ബാഗുണ്ട്, ബാക്ക് പാക്ക്, ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, പിന്നെന്തൊക്കെയാണ്, ക്യാമറ ഇല്ല. ക്യാമറയ്ക്ക് പറയാൻ ഞാനിപ്പോൾ ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഫോണുണ്ട്, പിന്നെ മൈക്ക്, പവർ ബാങ്ക്. മൈക്ക് ഉണ്ട്. മൈക്ക് ഇപ്പം ഞാൻ എന്താ യൂസ് ചെയ്യുന്നത് മൈക്ക്. പിന്നെ പവർ ബാങ്ക്, ഒരു ചെറിയ പവർ ബാങ്കാണ്. അപ്പോൾ അത് കുറച്ച് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ മെയിനായിട്ട് ഫുഡിൻ്റെ ഇതിൽ ഞാൻ കുറച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുക്കിംഗ് സെറ്റുണ്ട്. അപ്പം കുക്ക് ചെയ്തും കൂടെയാണ് കുറച്ച് പൈസ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ പൈസ എനിക്ക് സേവ് ആവും. അപ്പോൾ എനിക്കിതൊക്കെ മേടിക്കാൻ വേണ്ടി എനിക്ക് വേറെ പൈസ ചിലവാക്കണ്ട. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഇതാക്കി നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ചിലവ് വേണ്ടി വരും. മെയിനായിട്ട് ഫുഡിന് ഞാനിപ്പോൾ ഒരു മാക്സിമം എത്ര രൂപ ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 to 40 ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഇതിൽ ഫുഡ് നിൽക്കണം. ട്രാൻസ്പോർട്ടിങ്ങിന് എത്ര രൂപ വേണ്ടി വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 to 20 വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി മാറ്റണം. പിന്നെ മൊബൈൽ ഇൻ്റർനെറ്റിനൊക്കെ വേണ്ടിയുള്ള ഒരു 5 to 10. അപ്പോൾ അത്ര 5000 അല്ലെങ്കിൽ 10000 ഇതിനൊരു എമൗണ്ട് മാറ്റി വെച്ചേക്കണം. പിന്നെ ടോയ്ലറ്ററീസ്, ലോണ്ട്രി ഇതിനെല്ലാം കൂടി ഒരു 10-15. ഈ രണ്ട് ഇതിലാണ് ഞാൻ വേരിയൻറ്റിലാണ് ഞാൻ മാറ്റി വെക്കാൻ വേണ്ടി വെക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് എമർജൻസി ഫണ്ട്. അതിന് അത്യാവശ്യം കുറച്ച് ബൾക്കായിട്ടുള്ള എമൗണ്ട് തന്നെ മാറ്റി വെക്കണം. 40 അല്ലെങ്കിൽ 50 മാറ്റി വെക്കണം. 14K അല്ലെങ്കിൽ 15K. ഈ എമർജൻസി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എമർജൻസി ആകുമ്പോൾ മാത്രം എടുക്കേണ്ട ഒരു ഫണ്ടാണ്. 40,000 അല്ലെങ്കിൽ 50,000 ആ ഒരു എമൗണ്ട് മാറ്റി വെക്കണം. കാരണം എമർജൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ബാക്കിയുള്ളൊരു എമൗണ്ടിൽ നമുക്ക് നമ്മളെ ട്രാവൽ നമുക്ക് മാക്സിമം ബഡ്ജറ്റ് കുറച്ച് പോകാൻ പറ്റും. മാക്സിമം നൈറ്റ് ചൂസ് ചെയ്യുന്നത്. കാരണം എപ്പോഴും അത് അവൈലബിൾ ആകാൻ പറ്റത്തില്ല. ചില റൂറൽ ഏരിയയിലൊക്കെ ഇച്ചിങ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിനാകെ മൊത്തം ഒരു 85 അല്ലെങ്കിൽ 135, 85,000 അല്ലെങ്കിൽ 1,35,000 ഈ ഒരു എമൗണ്ട് മാക്സിമം റൗണ്ട് ചെയ്ത് 140 വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസിൽ പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കറക്റ്റ് എമൗണ്ട് അല്ല. ഏകദേശം ഇത്രയും വേണം, ഇത്രയെങ്കിലും കയ്യിൽ ക്യാരി ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ChatGPT യൂസ് ചെയ്താണ് ഞാനിപ്പം എൻ്റെ ബഡ്ജറ്റും ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി ചെയ്തേക്കുന്നത്. മിനിമം ഒരു 130 വേണം. 140 വേണം. ഇതാണ് മെയിനായിട്ടുള്ള ഒരു ബഡ്ജറ്റിൻ്റെ, ഈ യാത്രയെ കുറിച്ചുള്ള ബഡ്ജറ്റിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. അപ്പം വേറെ അധികം എക്സ്പെൻസ് പിന്നെ ടൂറിസ്റ്റ് ആയിട്ടല്ല പോകുന്നത്. അപ്പം മാക്സിമം ഇതിന് റോഡലായിട്ടുള്ള കണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കുക. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, നല്ല ഡേഞ്ചറുമാണ്. ഇതെല്ലാം കണ്ടുവരുമ്പോഴേക്കും ഒരു സമയമാവും. ഇനി ഇത് എത്ര സമയം എടുക്കുമെന്ന്, ഈ ഒരു യാത്ര എത്ര നാൾ, എത്ര ദൂരം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് ആകെ ഉള്ളൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന് പോകും എന്നുള്ളൊരിതാണ്. നിങ്ങൾക്ക് ഇതിന് എന്താണ്, നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അഡ്വൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എനിക്കും അതൊരു നല്ലൊരു പാഠമായിരിക്കും. അറിഞ്ഞു വെച്ചേക്കാമല്ലോ. പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കുക. എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടല്ല, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ ഞാനിപ്പോൾ അടുത്ത ഇതിനെപ്പറ്റി എന്താണെന്ന് ഞാൻ കുറച്ചുകൂടെ ഫണ്ടിൻ്റെ അല്ല, ഇനി ഞാൻ അടുത്തതിന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.
മെയിനായിട്ട് ഗിയേഴ്സിൻ്റെതൊക്കെ ആയിരിക്കാം. ഞാനൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ എപ്പിസോഡായിട്ട് ഇടണം എന്നുള്ളത്. പിന്നെ അടുത്ത വീഡിയോ എന്താണെന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഫസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനിപ്പോൾ റോഡ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സെക്കൻഡ് എപ്പിസോഡാണ്. അതെന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2027 നിശ്ചയം ചെയ്ത് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇപ്പം ഇന്ന് 8 മാസത്തോളം ഗ്യാപ്പിൽ ഞാൻ ഇതിനെ പോകുന്നതിൻ്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗം താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച്, ഈ ഫണ്ടിൻ്റെ ഇതിനെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഞാൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു തരിക. മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ബൈ.